അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാജസ്ഥാനിലെ ആദ്യത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ താമസിക്കുന്നുണ്ട് ആ കാണുന്ന ഇതിലാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇതാണ് പിച്ച്ലോ ലേക്കാണ്. അപ്പോൾ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. ഉദയ്പൂരിനെ അറിയുന്ന തന്നെ സിറ്റി ഓഫ് ലേക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ജഗദീഷ് മന്ദിറിലേക്കാണ്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. നമ്മൾ ജഗദീഷ് മന്ദിറിലാണ് ആദ്യത്തെ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ പാലസ് അങ്ങനെ ഇന്നത്തെ ദിവസങ്ങളിലേക്ക് പോകാം. ഇന്നലെ വന്ന വഴി തന്നെയാണ് ഇത്. ഇന്നലെ രാത്രിയിൽ നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഗർഭകളി കണ്ട സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഇന്ന് ഇപ്പോൾ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ ജഗദീഷ് മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ്, ഈ പുറകെ കാണുന്നതാണ് ജഗദീഷ് മന്ദിർ. അപ്പം നമുക്ക് മന്ദിറിലേക്ക് പോയി നോക്കാം. ഇതാണ് ജഗദീഷ് മന്ദിറിൻ്റെ ഇത്. അത്യാവശ്യം പഴയ മാർബിളുകളിലുണ്ടാക്കിയിരിക്കുന്നൊരു മന്ദിരം. 2 ആന, ഐരാവതങ്ങൾ കയറി വരുമ്പോൾ തന്നെ ആർട്ട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുള്ള് മാർബിളിലുള്ള ടെമ്പിളാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ടെമ്പിളാണ്. നമുക്കിപ്പോൾ ഈ ചെരുപ്പ് ഇവിടെ എല്ലാം ഇടാം. ചെരുപ്പ് നമുക്ക് ഈ സൈഡിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് പള്ളിക്കകത്ത് ഇവിടെ അമ്പലത്തിനകത്തും കാര്യങ്ങൾക്കകത്ത് കയറാം. ഫുള്ള് അത്യാവശ്യം ഫുള്ള് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ജഗദീഷ് ടെമ്പിളിൻ്റെ സൈഡുകളും കാര്യങ്ങളുമൊക്കെ. ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നൊരു സ്ഥലമാണിത്. ഇതാണ് അമ്പലത്തിൻ്റെ അകത്തുള്ള ദേവി. അമ്പലത്തിൽ കയറിയതിന് ശേഷം അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. അവിടെ പാട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് അതിൻ്റെ സൈഡിലുള്ള വോളയിലുള്ള കൊത്തുപണികളാണ്. ഇത് മൊത്തം കല്ലുകളിലുള്ള കൊത്തുപണികളാണ്. ആനകളും കുതിരകളും ഒക്കെയുള്ള പണ്ടത്തെ കൊത്തുപണികളാണ്. ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ജഗദീഷ് ടെമ്പിളിൽ നിന്ന് നേരെ അടുത്ത സ്ഥലമായ നമ്മൾ പാലസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ്. ഏതാ വഴിയെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് ചോദിച്ച് പോകാം. ഈ റോഡുകളൊക്കെ അത്യാവശ്യം ഫുള്ള് മാർക്കറ്റ് ഏരിയകളാണ്. നല്ല കത്തി റേറ്റിംഗ് ആട്ടോ ഇവിടെ. അത് പറയാമല്ല, ഭയങ്കര കത്തിയാണ്. അത്യാവശ്യം നല്ല ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം ഉള്ളൂ. പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉദയ്പൂരിലെ ഗ്രാമപ്രദേശമല്ല, അത്യാവശ്യം ടൂറിസ്റ്റ് ഏരിയ ആണിത്. ഇവിടെയാണ് ഇന്നലെ ഗർഭകളിയും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഈ ഹാൻഡ് മെയ്ഡ് ഡയറികൾ, പിക്ചറുകൾ, പെയിൻറ്റിങ്സൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഒത്തിരി ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ഇങ്ങനെ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഏകദേശം 480 രൂപയാണ് പാലസിൽ നമുക്ക് കയറാനായിട്ടുള്ള ചാർജും കാര്യങ്ങളുമൊക്കെ. നമ്മൾ പോകുന്ന വഴി നേരത്തെ ഇവിടെ എല്ലാം ഒരു ഹിന്ദു ട്രഡീഷണൽ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് പാലസിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ
ഇവിടെയാന്ന് തോന്നുന്നു ടിക്കറ്റും കാര്യങ്ങളും. ഇവിടെ കുറേ പോർട്രേറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട്. $150 ടിക്കറ്റ് എടുത്ത് പാലസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാലസിൻ്റെ റോയൽ എൻട്രി. ഇതാണ് പാലസ്. അത്യാവശ്യം പാലസിൻ്റെ കാര്യങ്ങളും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ് ബൈക്കുകളും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. പാലസിൻ്റെ ഇനി എൻട്രി എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. കൊള്ളാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് കയറാനുള്ള എൻട്രി ആ സൈഡ് വല്ലതും ആണെന്ന് തോന്നുന്നു. ഇവിടെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ലോണും ഫുള്ള് ഫോറിനേഴ്സാണ്. ഒത്തിരി ഫോറിനേഴ്സ് ഇവിടെ ഉണ്ട്. ഇതാണ് സിറ്റി പാലസ് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രി ഗേറ്റ്. ഇതാണ് എൻട്രി. ഇതാണ് എൻട്രി. ഇതിലെ നമുക്ക് നേരെ കയറി. അവിടെയല്ല ഗൈസ്, റോങ് ബോർഡ്. നേരെ ഇവിടെയാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അത് തന്നെ, ഇതായിരിക്കും മെയിൻ എൻട്രൻസ്. ഐരാവതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ടോറൻ പോൾ എന്ന് പറയും. ഇത് വാസ് ബിൽഡ്, ഇതിൻ്റെ പേര് ടോറൻ പോൾ എന്നാണ്. നല്ല പെർഫ്യൂമും കാര്യങ്ങളൊക്കെ. വാവ്. Do you think if it gets really hot? ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരെ പറ്റിയും ഇവിടുത്തെ റിച്വലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മേവർ എന്ന് പറയുന്ന സമുദായക്കാരുടെ ഇതാണെന്നാണ് ഞാൻ വായിച്ചു കേട്ടത്. ഇത് 1955 മുതലാണ് ഇത് ഓപ്പൺ ആക്കി തുടങ്ങിയത്. നേരത്തെ ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ അല്ലായിരുന്നു. ഏകദേശം 450 വർഷം പഴക്കമുള്ളൊരു കൊട്ടാരമാണ് ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത്. കൊട്ടാരത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മേവർ ഹൗസും കാര്യങ്ങളും സംഭവം. പഴയ സാധനങ്ങളും. ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് പഴയ സാധനങ്ങൾ, കുന്തങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും. പണ്ടത്തെ രാജ സംഭവങ്ങളും. ബാഹുബലിയുടെ സാധനം. ഇവിടുത്തെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. പടൻ്റെ സംഭവങ്ങൾ. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കത്തികളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്പുകൾ, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് കാര്യങ്ങൾ, തോക്കുകൾ, തോക്കിൻ്റെ ഉണ്ട കാര്യങ്ങൾ
ഇവിടെ മേളിലാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് തോക്കുകൾ, ഇവിടെ അതിൻ്റെ ഓരോ സാധനങ്ങൾ എല്ലായിടത്തും ഫാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നല്ല ഇതാണ്. ഓ, ഓരോ ടൈപ്പ് ഓഫ് തോക്കുകൾ. നമ്മുടെ ഇത് മറ്റേ എയർ റൈഫിൾ പോലത്തെ റൈഫിള്, മറ്റേ എയർ അറ്റാക്ക് വഴിയിൽ സാധനം, തൽവാർ മറ്റേ സാധനം, സെറ്റ്, മറ്റ് സംഭവങ്ങൾ. ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട് ഗൈസ്. പേരൊക്കെ ഒന്ന് നോക്കാം. അതെ, അടുത്ത തോക്കിൻ്റെ കളക്ഷൻ. റിവോൾവർ .22 തൊട്ട് അങ്ങ് ബെഡാവാല തോക്ക് വരെ, പേനാക്കത്തി മുതലാന്ന് പറയുന്ന പോലെ ഭയങ്കര വലിയ സാധനങ്ങൾ. ഇവിടെ കത്തിയുടെ ഐറ്റം, കത്തികൾ. കയറി വരുമ്പോൾ ഇങ്ങനെ ഗണപതി ബപ്പായുടെ കാര്യങ്ങളും, ഇങ്ങനെ മേലോട്ട് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കയറി ഓരോ സാധനങ്ങൾ. കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ലേക്ക് വ്യൂ കാണാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ലേക്ക് വ്യൂവും കാര്യങ്ങളും. ഗവൺമെൻറ് മ്യൂസിയം ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പം നമ്മളുടെ ഒരു 3 നില ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഫോട്ടോയും കാര്യങ്ങളും കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെല്ലാം ഓരോ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടത്തേനും കാര്യങ്ങൾക്കും എല്ലാം. ഇത് മൊത്തം മാർബിളിൽ കൊത്തിയിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതിൽ നമുക്ക് നോക്കാൻ നേരം പണ്ട് കിളികളെയൊക്കെ ഇട്ടിരുന്ന സ്ഥലങ്ങളും, ഇവിടെ ഇങ്ങനെ സ്കെച്ച് വരയ്ക്കുന്നൊരു പുള്ളിയുണ്ട്. ഈ ചേട്ടൻ്റെ ഈ ചേച്ചിയുടെ ഫോട്ടോയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഈ ചേട്ടനും തന്നെയാണ് ഇവിടെ ഉള്ളത്. നോക്കിക്ക് കിടു. നാട്ടിലെ അവർ രണ്ടുപേരും മലയാളികളാണ് കേട്ടോ. ഇങ്ങനെ നമുക്കിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. കൊള്ളായിരുന്നു കേട്ടോ. അവർ മലയാളികൾ. നേരെ നോക്കാൻ നേരം നേരെ നോക്കാൻ നേരം കണ്ടോ, കൊള്ളാം. പണ്ടത്തെ രാജസിംഹാസനമാണ് തോന്നിയത് എഴുതി വെച്ചേക്കുന്നത്. അത് തന്നെ, അവിടെ നിന്നുള്ള സിംഹാസനം, വേറെ രാജസിംഹാസനം. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെറിയ ആൾക്കാരായിരുന്നു തോന്നുന്നു കേട്ടോ. കുതിരയും കാര്യങ്ങളും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മിറർ കാണാം. ഇത് ടെമ്പിളിനെ ഇത് ചെയ്യുന്ന സംഭവമാണ്. മൊത്തം മിറർ മേസ് പോലത്തെ ഒരു സാധനമാണ്. ഫുള്ള് മിററുകളാണ്. पोलो इज द इंडियन गेम जिसको बोलते हैं चौकान. क्या बोलते हैं? चौकान. चौकान. अच्छा. चौकान. पैलेस के पीछे की तरफ लेक के अंदर ये दो आइलैंड है. जगन्नाथ पैलेस को लेकर ഇങ്ങനെ നമ്മൾ പാലസിന് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഇറങ്ങും. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര അടുത്ത സീനറിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഈ ഒരു കളർ മേസ് കാണാൻ സാധിക്കും. ഇവിടുന്ന് നമുക്ക് എത്രയും ദൂരം കാണാൻ പറ്റും നോക്കാം.
ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഉദയ്പൂർ സിറ്റി ഫുള്ള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദയ്പൂർ സിറ്റിയും കാര്യങ്ങളും, ഉദയ്പൂർ സിറ്റിയുടെ ഈ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഓരോ എന്തോ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങളും കാര്യങ്ങളും, ഇവിടെ ഓരോ ഇതുകളും കാര്യങ്ങളും. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ, ഭയങ്കര പൊളിയായിട്ടുള്ള സ്ഥലമാണ്, കൊള്ളാം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാൻ നേരം വാവ്, സെറ്റ് നടുക്കൊരു ഇതുപോലത്തെ പാലസിൻ്റെ മറ്റു സാധനം തോന്നുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ലേക്ക് ഫുള്ള് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വീണ്ടും താഴേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ മേളിലായിരുന്നു, ഇവിടെ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഡോറുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഐവറി ഇതായിട്ടുള്ള ഓൾഡ് ഐവറി റോഡുകളും കാര്യങ്ങളും, ഡോറുകളും കാര്യങ്ങളും. പിന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മിറർ മേസ്, ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഫുള്ള് വർക്കുകളുള്ള ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ മേളിൽ നിന്ന് അതിലേ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. നമുക്കിവിടെ ഇതാണ് ഡൈനിങ് റൂം. നമ്മൾ ഇതിനകത്ത് വരും കേട്ടോ. ഇനി വരുമ്പോഴത്തേക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കാണാം. നമുക്ക് ഇവിടുത്തെ പണ്ട് വയലിനുകളും കാര്യങ്ങളൊക്കെ, പണ്ടത്തെ സിത്താറ്, ഫ്ലാറ്റ് സിത്താറ്, ഓരോ സംഭവങ്ങൾ, ടൂറസ് ഹൗസ്, ദിൽറൂബ, ഇന്ത്യൻ ബാനിയോ, പിന്നെ മേഖല പഴയ മറ്റേ ഓരോ സാധനങ്ങൾ, ഹാർമോണിയം, തബല, ബാണ്ടിവാല, പിയാനോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പഴയ അമ്പലങ്ങളിൽ നിന്നുള്ളതും ഒക്കെയുള്ള, ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഓരോ പില്ലേഴ്സിൻ്റെയും ഓരോ ദേവികളുടെയും കാര്യങ്ങളുടെയും ഓരോ പീസ്, റോക്ക് പീസിൽ കൊത്തു പണി ചെയ്തേക്കുന്ന സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം അടിപൊളിയാണ്. നമ്മൾ നേരെ ഈ ഇത് നമ്മൾ കർണാടകയിലെ നമ്മൾ മ്യൂസിയത്തിലും പാലസിലും നമ്മൾ നോക്കിയപ്പോൾ ഇതെല്ലാം ഇതുപോലത്തെ മറ്റ് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ കുറച്ച് മലയാളികളെ നമുക്ക് കിട്ടി. നമുക്ക് ഇങ്ങനെ നാളെ പോവുകയാണ്. നേരെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഉദയ്പൂർ പാലസ് വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ടിരിക്കുകയാണ്. ഇവരൊരു 6 പേര്, ഇവരുടെ സ്കൂളിൽ തൊട്ട് ഇവരിങ്ങനെ കറങ്ങാൻ പോയി തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം നമുക്ക് ഇവിടെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞൊരു ഹായ്. പിന്നെ നമ്മൾ ഈ ഒരു പാലസിൻ്റെ ഇതിലേക്ക് പുറത്തോട്ട് പോവാണ്. പാലസിൻ്റെ ഇവിടുന്ന് നേരെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സംഭവങ്ങൾ ഇതിൻ്റെ പുറത്തെ സൈഡിൽ ഇവിടെ അടുത്തൊരു ക്രിസ്റ്റൽ ഗാലറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം എന്നുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ക്രിസ്റ്റൽ ഗാലറി ഇവിടുന്ന് 300 മീറ്റർ താഴോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. ആണ് നമ്മുടെ ഇതിൻ്റെ ഉള്ള മെയിൻ എൻട്രൻസ് ഗേറ്റും കാര്യങ്ങളുമൊക്കെ. ഒത്തിരി ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ള സ്ഥലമാണ്. ഇന്നലെ രാത്രി കിടന്നത്
അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ബങ്കർ ബെഡുകളാണ്. ഇട ദിവസങ്ങളിൽ 300 രൂപ, ബാക്കി എല്ലാ ദിവസങ്ങളിൽ 400 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. ഇവിടെ ഇതുണ്ട്, ഫാനുകൾ, കാര്യങ്ങൾ, ലൈറ്റ്സ് കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ലൈറ്റുകളും ഒത്തിരി സംഭവങ്ങളൊക്കെ ഉള്ള നല്ല നല്ല ഫെസിലിറ്റി ഉള്ള നല്ല 2 ബാത്റൂമുകളും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലം. ഇതാണ് കയറി വരുന്ന വഴികളും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തട്ടിലെ ചേട്ടന്. അപ്പോൾ എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ചേട്ടനെ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. നമ്മളങ്ങനെ ഉദയ്പൂരിന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്.